ചിറയൻകീഴ് അടൂർ എന്ന ഗ്രാമത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ആ 8 വയസ്സുകാരന്റെ വിയോഗം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് നമ്മുടെ വ്യവസ്ഥയുടെയും അതുപോലെ ദാരിദ്ര്യത്തിന്റെയും നേർക്കുയരുന്ന വിങ്ങുന്നൊരു ചോദ്യചിഹ്നമാണ്. ദീക്ഷൽ എന്ന ദിച്ചു, അച്ഛൻ ദിലീപിന്റെയും അമ്മ അനുവിന്റെയും സർവ്വ പ്രതീക്ഷകളായിരുന്നു ആ കുഞ്ഞു പാദങ്ങളിലൂടെ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നിരുന്നത്. ശാർക്കര നോബിൾ സ്കൂളിലെ 1-ാം ക്ലാസ് മുറിയിൽ ഇനിയും ഉണങ്ങാത്ത മഷിപ്പടങ്ങളും അതുപോലെ പാതി വഴിയിൽ നിലച്ച പാഠപുസ്തകങ്ങളും ബാക്കി വെച്ച് അവൻ യാത്രയാകുമ്പോൾ ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, ആ നാടിന്റെ ആകെ പ്രാർത്ഥനകളാണ് അസ്തമിച്ചിരിക്കുന്നത്. കളിചിരികളും അതുപോലെ കുസൃതികളും വീടിന്റെ ഓരോ കോണിലും നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു ബാല്യം ഒരു രാത്രിയുടെ നിശബ്ദതയിൽ അപ്രതീക്ഷിതമായി എത്തിയ അന്തകന്റെ രൂപത്തിൽ പൊലിഞ്ഞു പോയിരിക്കുന്നു. കേരളം ഡിജിറ്റലായും അതുപോലെ ആധുനികമായും വളർന്നുവെന്ന് നാം അഭിമാനിക്കുമ്പോഴും ഒരു രാത്രി സുരക്ഷിതമായി ഉറങ്ങാൻ മണ്ണ് പോലും പാകപ്പെടുത്താത്ത തറയുള്ള ഒരു വീട് പോലും ഇല്ലാത്ത ആ മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടെന്ന സത്യം ഈ മരണം നമ്മെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. പ്ലൈവുഡും തകരശീറ്റും കൊണ്ട് മാത്രം മറച്ച തറ പോലും കോൺക്രീറ്റ് ചെയ്ത ആ ചായ്പിലായിരുന്നു ദിച്ചു തന്റെ അമ്മയോടൊപ്പം ഉറങ്ങാൻ കിടന്നത്. പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങൾക്ക് മീതെ അടച്ചുറപ്പുള്ള ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത അവസ്ഥ എത്രത്തോളം ഭയാനകമാണെന്നും ഈ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കൂടിയാണ്. സ്വന്തമായൊരു വീടെന്ന മോഹം ബാക്കി വെച്ച് പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇറങ്ങിയ ആ മാതാപിതാക്കളുടെ നിസ്സഹായാവസ്ഥയ്ക്ക് മുന്നിലേക്കാണ് മണലിൽ വിരിച്ച പാതയിലേക്ക് ഒരു മൂർഖം പാമ്പ് ഇഴഞ്ഞെത്തിയത്. തകരശീറ്റുകൾക്കിടയിലെ ആ വിടവിലൂടെ മരണം ഇഴഞ്ഞു വരുന്നത് ആ കുഞ്ഞ് അറിഞ്ഞിരുന്നുമില്ല. പുലർച്ചെ 2 മണിയോടെയാണ് തന്റെ പിഞ്ചുകാലിൽ മരണം ആഞ്ഞു പതിച്ചപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞ ആ കുട്ടി കരഞ്ഞു വിളിച്ചുകൊണ്ട് നിലവിളിക്കുകയും ചെയ്തിട്ടുണ്ടാകും. വിറയ്ക്കുന്ന കൈകളോടെ ദിലീപും മനുവും അവനെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തങ്ങളുടെ പൊന്നുമോനെ എങ്ങനെയെങ്കിലും തിരികെ കിട്ടണമെന്ന് മാത്രം. ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളിയായ അച്ഛന്റെയും അക്ഷയ സെന്ററിലെ ജീവനക്കാരിയായ അമ്മയുടെയും അധ്വാനത്തിന്റെ മുഴുവൻ കരുത്തും ആ കുഞ്ഞിലായിരുന്നു. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ആ കുഞ്ഞ് വേദന കൊണ്ട് പിടയുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാഴ്ച മങ്ങുന്നുവെന്ന്, കഠിനമായ വേദനയുണ്ടെന്നും അവൻ ഡോക്ടറോട് കേണപേക്ഷിച്ചിട്ടും എന്നാൽ അവിടെയാണ് നമ്മുടെ ആരോഗ്യരംഗത്തെ ചില ഉദാസീനതകൾ ആ കുഞ്ഞിന്റെ ജീവന് വില പോലും ഇട്ടത്. പാമ്പ് കടിയേറ്റതാണെന്ന് ഉറപ്പില്ലെന്ന സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആന്റിവനം നൽകാതിരുന്ന അധികൃതരുടെ ആ നടപടി ആ മാതാപിതാക്കളുടെ നെഞ്ച് തകർക്കുന്നത് കൂടിയായിരുന്നു. ആശുപത്രിയിൽ ആന്റിവനം ലഭ്യമായിരുന്നിട്ടും അത് നൽകാൻ കാണിച്ച അല്ലെങ്കിൽ ആ വൈമുഖ്യം ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവിതത്തെ തന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് കൂടിയായിരുന്നു. ഇത് ബന്ധുക്കൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ഏതൊരു മലയാളിയുടെയും ഉള്ള് ഉലഞ്ഞു പോകുന്ന സാഹചര്യമാണ്. സാധാരണക്കാരന് ആശുപത്രി എന്നാൽ ജീവൻ രക്ഷിക്കാനുള്ള അഭയകേന്ദ്രങ്ങളാണ്. എന്നാൽ അവിടെ നടക്കുന്നതോ, അവിടെ അവഗണിക്കപ്പെടുമ്പോഴും അവർക്ക് നഷ്ടപ്പെടുന്നത് തങ്ങളുടെ ഒരു ലോകവും ജീവനും ജീവിതവും കൂടിയാണ്. രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ടും ലാബ് റിപ്പോർട്ടുകളെ കാത്തുനിന്ന ആ സമയം ആ കുഞ്ഞിന്റെ ആയുസിന്റെ വില കൂടിയായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിമധ്യേ ആംബുലൻസിന്റെ സൈറം മുഴങ്ങലുകൾക്കെല്ലാം ഇടയിൽ ആ കുഞ്ഞു ശ്വാസം എന്നേക്കുമായി നിലയ്ക്കുകയും ചെയ്തു. തിരികെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിനരികിൽ ദിച്ചുവിന്റെ പ്രിയപ്പെട്ട സൈക്കിൾ അനാഥമായി കിടപ്പുണ്ടായിരുന്നു. അവൻ ചവിട്ടി നീങ്ങിയ ആ ചക്രങ്ങൾ ഇനി ഒരിക്കലും ഉരുളില്ല. മൃതദേഹം വീട്ടുമുറ്റത്തെ ആഞ്ഞിലെ മരച്ചോട്ടിൽ സംസ്കാരത്തിനായി എത്തിച്ചപ്പോൾ അവിടെ ഉയർന്നു കേട്ട നിലവിളികൾ ആകാശത്തെ പോലും ഈറനണിയിക്കുന്നത് കൂടിയായിരുന്നു. എനിക്ക് കണ്ടു കൊതി തീർന്നില്ല പൊന്നുമോനെ എന്ന ആ അമ്മയുടെ നെഞ്ച് തകർന്നുള്ള കരച്ചിൽ കണ്ടു നിന്നോടെ ചങ്ക് പുലർത്തുന്നത് കൂടിയായിരുന്നു. ഒന്നും മനസ്സിലാവാതെ അച്ഛന്റെ ഒക്കത്തിരുന്ന 5 വയസ്സുകാരി ദീക്ഷിതയ്ക്ക് തന്റെ കൂടെ കളിക്കാൻ ഇനി ഏട്ടനില്ലെന്ന സത്യം ഇന്നും ഉൾക്കൊള്ളാനായിട്ടില്ല. ഒരു നാട് മുഴുവൻ ഒഴുകിയെത്തിയ ആ മുറ്റത്ത് വെളുത്ത തുണിയിൽ പൊതിഞ്ഞ ആ കുഞ്ഞു ശരീരത്തിന് മുന്നിൽ എല്ലാവരും വിതുമ്പി നിൽക്കുന്ന സാഹചര്യം കൂടിയായിരുന്നു. ദാരിദ്ര്യം ഒരു കുറ്റമല്ല എങ്കിലും ദാരിദ്ര്യം കാരണം അടച്ചുറപ്പുള്ള വീട്ടിൽ ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നത് ആധുനിക കേരളത്തിന് വലിയൊരു അപമാനം കൂടിയാണ്. ഈ നാട്ടിലാണ് അതിദരിദ്രർ ഇല്ല എന്നുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതെന്ന് കൂടി ഓർക്കേണ്ടതാണ്. കുടികിടപ്പ് അവകാശം ലഭിച്ച സെന്റിന് ഭൂമിയിൽ, അതായത് ലഭിച്ച 5 സെന്റ് ഭൂമിയിൽ സ്വന്തമായി ഒരു വീട് പണിയാൻ ആ കുടുംബം നടത്തിയ പോരാട്ടങ്ങൾ ഒടുവിലൊരു ശ്മശാനത്തിന്റെ രൂപത്തിൽ അവസാനിച്ചിരിക്കുക കൂടിയാണ്. താലൂക്ക് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ടാകാം, വിശദീകരണങ്ങൾ വരുന്നുമുണ്ടാകാം. പക്ഷേ അതൊന്നും ദിലീപിനും മനുവിനും അവരുടെ ദിച്ചുവിന് തിരികെ നൽകുന്നതല്ല, അല്ലെങ്കിൽ ദിച്ചുവിനെ തിരികെ ലഭിക്കുകയുമില്ല. വേനൽ ചൂട് വർദ്ധിക്കുമ്പോൾ ഇഴജന്തുക്കൾ തണുപ്പ് തേടി വീടുകൾക്കുള്ളിലേക്ക് കയറുന്നത് സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതും ആശുപത്രിയിൽ എത്തുന്നവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കേണ്ടതും അധികൃതരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഒരു പാമ്പ് കടിയേറ്റാൽ പ്രഥമ ശുശ്രൂഷ എത്രത്തോളം പ്രധാനമാണോ അതിലും പ്രധാനമാണ് കൃത്യസമയത്ത് ലഭിക്കേണ്ട ആന്റിവനം ചികിത്സ എന്നുള്ളതും. ലക്ഷണങ്ങളൊന്നും വ്യക്തമല്ലെന്ന പേരിൽ ചികിത്സ വൈകിപ്പിക്കുന്നത് കൊലപാതകത്തിന് തുല്യം കൂടിയാണ്. ആഞ്ഞിലി മരച്ചോട്ടിൽ 6 അടി മണ്ണിൽ ദിക്ഷൽ ഉറങ്ങുമ്പോൾ
ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകരുതെന്ന തേങ്ങൽ മാത്രമാണ് ബാക്കി ഉണ്ടാകുന്നത്. സുരക്ഷിതമായ ഒരിടം പോലും ഇല്ലാത്ത മനുഷ്യർക്ക് ഈ നാട്ടിൽ എവിടെയാണ് അഭയം എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ ഭരണകൂടങ്ങളും ബാധ്യസ്ഥരാണ്. പഞ്ചായത്തിന്റെ ഭവന പദ്ധതിയിൽ നിന്നും എന്തുകൊണ്ട് ആ കുടുംബം ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതും ഗൗരവകരമായി ചിന്തിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ്. ഒരുപക്ഷെ സുരക്ഷിതമായ ഒരു മുറി ആ കുഞ്ഞിനുണ്ടായിരുന്നുവെങ്കിൽ ആ രാത്രി അവന് മരണത്തെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ദിക്ഷലിന്റെ മരണം നമ്മുടെ ഒരു മനസാക്ഷി തന്നെ പൊള്ളിക്കുന്നൊരു നീറുന്ന ഓർമ്മയായി എന്നും നിലനിൽക്കുകയും ചെയ്യും. അവന്റെ വിയോഗം നൽകുന്ന പാഠം വളരെ വലുതുകൂടിയാണ്. അത് ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് മാത്രമല്ല, സാധാരണക്കാരന്റെ ജീവന് നൽകുന്ന വിലയെക്കുറിച്ച് കൂടിയാണ് നാം അറിയേണ്ടത്. ആ കൊച്ചു സൈക്കിളിന്റെ മണിയൊച്ചയും ദിച്ചുവിന്റെ കുസൃതി ചിരികളും ആ വീട്ടുമുറ്റത്ത് ഇനി ഉണ്ടാവില്ല എങ്കിലും ആ വിങ്ങലൊരു ഗ്രാമത്തിന് മുഴുവൻ വേദനയായി എന്നും തുടരുക തന്നെ ചെയ്യും. അവന്റെ വേർപാടിൽ തകർന്നുപോയ ആ കുടുംബത്തിന് ആശ്വാസമേകാൻ വാക്കുകൾ കൊണ്ടുപോലും കഴിയാത്ത സാഹചര്യമാണ്. എങ്കിലും ആ കുഞ്ഞുമാലാഖയുടെ ആത്മാവിന് നിത്യശാന്തി നേരാൻ മാത്രമേ നമുക്കും സാധിക്കുകയുള്ളൂ. ഒരു തുള്ളി കണ്ണീരോടെ അല്ലാതെ ആഞ്ഞിലി മരച്ചോട്ടിൽ 6 അടി മണ്ണിലേക്ക് ആർക്കും നോക്കാനുമാകില്ല. മണ്ണ് മാന്തിയെടുത്ത് ആ കുഞ്ഞിനെ അതിലേക്ക് താഴ്ത്തുമ്പോൾ ആ മണ്ണ് പോലും തേങ്ങലടിച്ച് നിലവിളിച്ചിട്ടുണ്ടാകും. മണലിൽ പായ വിരിച്ചു കിടന്നപ്പോൾ കടിച്ചു കൊന്ന മണ്ണ് തന്നെ ഒടുവിൽ അവന് നിത്യനിദ്രയ്ക്ക് പുതപ്പായി മാറുകയാണ്. ഇത് വെറുമൊരു മരണമല്ല, നമ്മുടെ സമൂഹത്തിന്റെ പരാജയം കൂടിയാണ്. പാവപ്പെട്ടവന്റെ ആയുസ് ടോക്കൺ നമ്പറുകളിലും ലബോറട്ടറി ഫലങ്ങളിലും തട്ടിത്തടഞ്ഞു നിൽക്കേണ്ടതല്ല എന്ന് നാം ഇവിടെ മനസ്സിലാക്കണം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. വിളിച്ചു പറയേണ്ട, അത് അങ്ങനെ തന്നെ വിളിച്ചു പറയേണ്ട ആരോഗ്യ സംവിധാനങ്ങൾ ദിച്ചുവിന്റെ മുന്നിൽ വാതിലടച്ചപ്പോൾ തകർന്നത് ഒരു നാടിന്റെ വിശ്വാസം കൂടിയാണ്. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ആ കുഞ്ഞ് പറഞ്ഞ വാക്കുകൾ വേദനിക്കുന്നുവെന്നും കാഴ്ച മങ്ങുന്നുവെന്നുമുള്ള തേങ്ങലുകൾ അവിടെ ഉണ്ടായിരുന്നവരുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ടാകണം. ഒരു മെഡിക്കൽ പ്രൊഫഷണലിന് തിരിച്ചറിയാൻ കഴിയാത്ത എന്ത് ലക്ഷണമാണ് ആ പിഞ്ചു കുട്ടിക്ക് ഇനി കാണിക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി ഉയർന്നു വരുന്നത്. ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഒരു സാധാരണ പാമ്പ് കടി തിരിച്ചറിയാൻ മണിക്കൂറുകൾ വൈകുന്നത് അക്ഷന്തവ്യമായ തെറ്റാണെന്ന് കൂടി ഇവിടെ മനസ്സിലാക്കണം. ദിച്ചുവിന്റെ മരണം ഒരു പ്രതീകം കൂടിയാണ്. അവഗണിക്കപ്പെടുന്ന ഒരു ജനതയുടെയും അവർ നേരിടുന്ന ദുരിതങ്ങളുടെയും പ്രതീകം കൂടിയാണ്. തൃശൂർ കോടാലിയിൽ സമാനമായ മരണം നടന്നതിന്റെ 4ാം നാളാണ് ചിറയൻകീഴിലും ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് അധികൃതരുടെ ജാഗ്രത കുറവിനെ കൂടി കാണിക്കുന്നതാണ്. ഇനിയൊരു ദിച്ചുവും ചികിത്സ കിട്ടാതെ മരിക്കരുത്. ഇനിയൊരു അച്ഛനും മകന്റെ ചേതനറ്റ ശരീരത്തിന് മുന്നിൽ നെഞ്ച് തകർന്ന് കരയേണ്ട സാഹചര്യം ഉണ്ടാകരുത്. ആ നീറുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുമ്പോൾ തന്നെ ഇനിയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കെങ്കിലും ചെയ്യാം. അവന്റെ ആ കുഞ്ഞെടുപ്പുകളും കളിപ്പാട്ടങ്ങളും ആ വീട്ടിൽ ഒരു നീറുന്ന കനലായി അവശേഷിക്കുകയും ചെയ്യും. ഓരോ മഴ പെയ്യുമ്പോഴും ആ തകരശീറ്റിന് താഴെ ആ കുടുംബം ഇനിയും ഭയത്തോടെ കഴിയേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോഴും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ആഞ്ഞിലിമരം എന്നും തണലേകുമെങ്കിലും ആ മരച്ചുവട്ടിലെ മാതാപിതാക്കളുടെ കണ്ണുനീരിൽ കുതിർന്ന കിടക്കുകയും ചെയ്യും. ആ മണ്ണെന്നും അങ്ങനെ തന്നെ കിടക്കും. പ്രിയപ്പെട്ട ദിച്ചു, നീ ഇനി നക്ഷത്രങ്ങൾക്കിടയിൽ കുസൃതികളായി നടക്കുമായിരിക്കാം. പക്ഷേ ഭൂമിയിൽ നീ ബാക്കി വെച്ചു പോയത് ഒരിക്കലും നികത്താനാവാത്ത ഒരു ശൂന്യത കൂടിയാണ്. നിന്റെ വിയോഗം ഒരു നാടിന്റെ മുഴുവൻ പഠിപ്പിക്കുന്നത് ജാഗ്രതയോടെ ഇരിക്കാനല്ല, മറിച്ച് മനുഷ്യത്വത്തോടെ പെരുമാറാൻ കൂടിയാണ്. ആ വേദന, ആ ആഴമളക്കാൻ ആർക്കും കഴിയുകയില്ല. നിത്യനിദ്രയിൽ നീ എന്നും പുഞ്ചിരിക്കട്ടെ. നിനക്ക് ലഭിക്കാതെ പോയ ആ സുരക്ഷിതമായ വീട് ഇനിയുള്ള കുഞ്ഞു മക്കൾക്കെങ്കിലും ലഭിക്കട്ടെ. നിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഫോക്കസ് ന്യൂസ് ടിവിയുടെയും പ്രണാമം.